ഗൈസ്, പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ബിഗ് ബോസ് സീസൺ 7 എപ്പിസോഡ് നമ്പർ 16 റിവ്യൂ പറയാനാണ് ഞാനിവിടെ വന്നിരിക്കുന്നത്. ഫസ്റ്റിൻ്റെ റിവ്യൂ സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. സോ നമുക്ക് റിവ്യൂ സ്റ്റാർട്ട് ചെയ്യാം. ഫസ്റ്റിനെ കാണിക്കുന്നത് അനീഷും ജിസയിലും. അനീഷ് ഇങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ജിസയിൽ അവിടെ ഊനാലയിലിരുന്ന് ആടുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, നല്ലൊരു തണുപ്പുള്ള കാലാവസ്ഥ അല്ലേ എന്ന് ചോദിക്കുന്നുണ്ട് ജിസേലിനോട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട് എന്നിട്ട് അനീഷ് ജിസേലിനോട് ചോദിക്കുന്നുണ്ട്, ഇന്നെന്താ നേരത്തെ തന്നെ എണീറ്റ് മേക്കപ്പ് ഒക്കെ ചെയ്തിരിക്കുന്നേ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഞാൻ ഉറങ്ങിയിട്ടില്ല, ശരിക്കും എന്താണെന്ന് അറിയില്ല. അപ്പം ഞാൻ പിന്നെ എണീച്ച് ആദ്യം പോയി ഞാൻ ബാത്റൂം ടീമാണല്ലോ, അപ്പോൾ ആദ്യം പോയി ബാത്റൂമിനെയൊക്കെ ഒന്ന് സുന്ദരിയാക്കി, എന്നിട്ട് ഞാൻ തന്നെ സ്വയം സുന്ദരിയായി വന്നിരിക്കുകയാണ്, എന്തോ ഒരു മൂഡില്ല അതുകൊണ്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, ഇന്ന് മമ്മി വരുമായിരിക്കും അല്ലേ എന്ന് പറയുമ്പോൾ, മമ്മി വരുമായിരിക്കും, എന്നെ വഴക്ക് പറയുമായിരിക്കും. അപ്പം ആര്യൻ്റെയും എൻ്റെയും കാര്യത്തിൽ എന്താണെന്ന് അറിയില്ലല്ലോ, ആര്യനെ ഒന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ജിസേൽ പറയുന്നുണ്ട്, ചിലപ്പോൾ എൻ്റെ മമ്മയും ആര്യൻ്റെ വീട്ടുകാരും ഒരുമിച്ചായിരിക്കും വരിക എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതിന് സാധ്യത ഉണ്ട്, ഇപ്പം എല്ലാവരുടെ അങ്ങനെ ഓരോരുത്തരുടെ അങ്ങനെയാണല്ലോ വരുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, രണ്ടുപേരും ഒരുമിച്ച് വരാതിരുന്നാൽ മതി, ഒരാൾ വന്ന് പോയിട്ട് അടുത്ത ആൾ വന്നാൽ മതിയായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ അങ്ങനെ പറയുന്നത് പറയുമ്പോൾ, ഇല്ല, ഞങ്ങളുടെ കാര്യമൊക്കെ കുറേ ടി വിയിൽ കോൺട്രവേഴ്സി വന്ന പോലെയൊക്കെ അല്ലേ പറയുന്നത് കേട്ടത്, അപ്പോൾ അവരെങ്ങനെ എടുക്കുന്ന അറിയില്ലല്ലോ, ഇനിയിപ്പോൾ എൻ്റെ മമ്മി വന്നിട്ട് ആര്യനൊന്നും പറയാതിരുന്നാൽ മതി എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, നിങ്ങൾക്ക് ഇപ്പോൾ ജിസേലിൻ്റെ കാര്യത്തിൽ വിശ്വാസമല്ലേ, എനിക്ക് നിങ്ങളുടെ ഫ്രണ്ട്ഷിപ്പ് കണ്ടിട്ട് പ്യുവറായിട്ടാണ് തോന്നിയിട്ടുള്ളത്, അല്ലെ നിങ്ങളിങ്ങനെ പേടിക്കാൻ നിങ്ങൾ തമ്മിൽ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം ജിസേൽ പറയുന്നുണ്ട്, ഇല്ല, ഞങ്ങളുടെ നല്ലൊരു ഫ്രണ്ട്ഷിപ്പാണ്, പക്ഷേ ഇപ്പോൾ ആ ഫ്രണ്ട്ഷിപ്പ് എവിടെ പോയിന്ന് എനിക്കറിയില്ല, ഇപ്പം അങ്ങനെയാണ് എന്നൊക്കെ പറയാം. അപ്പം അനീഷ് ചോദിക്കുന്നുണ്ട്, അതെന്താ ഇപ്പോൾ ഫ്രണ്ട്ഷിപ്പ് എവിടെ പോയി എന്ന് തോന്നാത്തത് ചോദിക്കുമ്പോൾ, അത് പിന്നെ കുറച്ച് കാര്യങ്ങളുണ്ട്, നിങ്ങൾ എൻ്റെ ഫ്രണ്ടല്ലേ, അതുകൊണ്ട് നിങ്ങളോട് പറയാം, നിങ്ങളത് സീക്രറ്റായി വെക്കുമോ, ആരുടെ അടുത്തെങ്കിലും പോയി പറയോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, എൻ്റെ അടുത്ത് ആരെങ്കിലും ഒരാൾ കാര്യം പേഴ്സണലായിട്ട് വന്ന് പറഞ്ഞാൽ ആ കാര്യം ഞാൻ അപ്പുറത്ത് പോയി പറയാറില്ല, എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി, ഇല്ലെങ്കിൽ പറയണ്ട എന്ന് അനീഷ് പറയുന്നുണ്ട്. അപ്പം ജിസയിൽ പറയുന്നുണ്ട്, ലക്ഷ്മീനെ കുറിച്ചിട്ട് എന്താണ് അഭിപ്രായം എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ഈ ലക്ഷ്മിയും ആര്യനും തമ്മിൽ എന്താണെന്ന് നമുക്കും അറിയത്തില്ല. ഇപ്പോൾ നമ്മുടെ അപ്പാനി ശരത്തും ബിൻസിയും തമ്മിലുള്ള കോണ്ടാക്ട്സോ അല്ല മറ്റുള്ള കാര്യങ്ങളോ ഒന്നും നമ്മൾക്ക് ബിഗ് ബോസ് കാണിച്ചിട്ടില്ല. ബിൻസി പോയതിന് ശേഷമാണ് അതിനെക്കുറിച്ചുള്ള സംസാരങ്ങൾ വന്നതും എല്ലാം. അതുപോലെയാണ് ഇവിടെ ഇപ്പോൾ എല്ലാവരും കറങ്ങി പറയുന്നുണ്ട്, ലക്ഷ്മിയും ആര്യനും തമ്മിൽ ഇങ്ങനെ ഒരുപാട് ഇതുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഉണ്ണിയിലായാലും പറയുന്നുണ്ട്, ഷാനവാസ് പറയുന്നുണ്ട്, കഴിഞ്ഞ എപ്പിസോഡിലൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇവർ തമ്മിൽ ഒരുമിച്ചുള്ള ഒരു സീന് പോലും നമുക്ക് ബിഗ് ബോസ് കാണിച്ച് തന്നിട്ടില്ല. സോ അതിൻ്റെ പേരിൽ ജിസേലിന് നല്ല പൊസസീവും ഉണ്ട്. അപ്പോൾ ജിസേൽ പറയുന്നുണ്ട്, ഒരു ദിവസം ഞാൻ ആര്യൻ കിടക്കണ അവിടെ പോയി ഇരുന്നു. അപ്പോൾ ആ സമയത്ത് ആര്യൻ പറഞ്ഞു, നീ ഒന്ന് ഇവിടെ നിന്ന് പോവോ, എനിക്കൊന്ന് ഒറ്റയ്ക്ക് കിടന്ന് ഉറങ്ങണം എന്ന് പറഞ്ഞു. അപ്പം ഞാൻ ഓക്കെ എന്നാൽ ഉറങ്ങിക്കോ പറഞ്ഞിട്ട് അവിടെ നിന്ന് എണീച്ച് വന്നു. അപ്പം ഞാൻ എണീച്ച് വന്ന ഉടനെ അവിടെ ലക്ഷ്മി പോയിരുന്നു. അപ്പോൾ ലക്ഷ്മിനോട് ഞാൻ പറഞ്ഞു, അവൻ ഉറങ്ങണം എന്നാണ് പറയണമെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മി പറഞ്ഞു, അവൻ ഉറങ്ങിക്കോട്ടെ, അതിനെന്താ, ഞാൻ ഇവിടെ ഇരിക്കുള്ളൂ പറഞ്ഞു. അപ്പം ഞാൻ മാറി വന്നതിന് ശേഷം അവർ തമ്മിൽ സംസാരിക്കുന്നതാണ് ഞാൻ കാണുന്നത്. അവൻ ഉറങ്ങിയിട്ടില്ല, ഒരാൾ ഉറങ്ങണം എന്ന് പറഞ്ഞാൽ ഉറങ്ങണ്ടേ, എന്തുകൊണ്ട് അവൻ ഉറങ്ങിയില്ല, അവളോട് സംസാരിച്ചിരുന്നു എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ ചോദിക്കുന്നതാണ് നമുക്ക് കാണിക്കുന്നത്. അതിനുശേഷമാണ് മോർണിംഗ് സോങ് ഇട്ടത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ബിന്നി അനീഷിനോട് വന്ന് ചോദിക്കുകയാണ്, ചേട്ടാ ബ്രേക്ക്ഫാസ്റ്റിന് റെഡി ആയോ, ഞാൻ എന്തെങ്കിലും സഹായിക്കണോ. ഈ ബിന്നി വന്നിട്ട് ഓരോരുത്തരുടെ അടുത്ത് ഓരോന്ന് ചോദിക്കണത് എന്താണെന്ന് വെച്ചാൽ, ക്യാപ്റ്റൻ ആണല്ലോ, അതിൻ്റെ പേരിലാണ് ഓരോരോ വന്നിട്ട് ഓരോന്ന് ചോദിക്കുന്നത്, അല്ലാതെ ഇങ്ങനെ കുത്തിത്തിരിപ്പ് ഉണ്ടാക്കാനും വന്ന് ചോദിക്കണ പോലെ എനിക്ക് തോന്നുന്നില്ല. ക്യാപ്റ്റൻ ആയതുകൊണ്ട് ആ റെസ്പോൺസിബിലിറ്റിയാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കണ പോലെ എനിക്ക് തോന്നുന്നത് കേട്ടോ. അപ്പോൾ വന്ന് ചോദിക്കണ്ട. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇന്ന് ഉപ്മാവ് ഉണ്ടാക്കുക എന്ന് വിചാരിച്ചിട്ടാണ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ എന്തെങ്കിലും സഹായിക്കണോ ചോദിക്കുമ്പോൾ, വേണ്ട, ഞങ്ങൾ ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അനീഷ് ബെഡ്റൂമിൽ പോയിട്ട് അനുമോളെ വിളിക്കുന്നുണ്ട്, ഉപ്മാവ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ടാണ് കിച്ചണിലേക്ക് പറയുന്നുണ്ട്. അപ്പോൾ അനുമോള് പറയുന്നുണ്ട്, പൊക്കോ, ഞാനൊന്നും ഉണ്ടാക്കില്ല, വേണമെങ്കിൽ പച്ചക്കറി വേണമെങ്കിൽ അരിഞ്ഞു തരാൻ, ഞാൻ വരില്ല പറയുന്നുണ്ട്. നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാലോ, പിന്നെ എന്തിനാ എന്നെ വിളിക്കുന്നത് എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അതിപ്പോഴും ഓർത്തുകൊണ്ടിരിക്കുകയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്ന് പറയുമ്പോൾ അനീഷ് പറയുന്നുണ്ട്, എന്നാൽ പിന്നെ ഓർത്തുകൊണ്ട് അവിടെ ഇരുന്നോ, വരണ്ട എന്ന് പറഞ്ഞിട്ട്
തിരിച്ചു പോകുന്നുണ്ട്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് നിവീനും ഷാനവാസും തമ്മിലുള്ള കോൺവെർസേഷനാണ്. നിവീൻ പറയുന്നുണ്ട്, ഞാൻ എൻ്റെ ലൈഫിൽ വേറൊരാളുടെ കാര്യത്തിലും ഇതാവാനോ അല്ലെങ്കിൽ ഒരു ഇഷ്യൂ വന്നാൽ അതെങ്ങനെ സോർട്ട് ഔട്ട് ചെയ്യണമെന്നോ എനിക്കറിയാം, ഞാൻ ആരോടും അങ്ങനെ നിൽക്കാറില്ല എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസിനോട് പറയുന്നുണ്ട്. അപ്പോൾ ഷാനവാസ് പറയുന്നുണ്ട്, എനിക്കും അങ്ങനെ ഒരു പ്രശ്നമില്ല എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നുണ്ട്. അപ്പം ഈ ഷാനവാസ് എന്താ ചെയ്യണമെന്ന് വെച്ചാൽ എല്ലാവരോടും കോംബോ സെറ്റ് ചെയ്യാനാണ് നോക്കുന്നത്. ഇപ്പോൾ അനുമോളും ഷാനവാസായിട്ടുള്ളതും അനീഷും ഷാനവാസായിട്ടുള്ളത്, ആദില നൂറ ഷാനവാസായിട്ടുള്ളത്, അങ്ങനെ ഓരോ കോംബോസ് ഇങ്ങനെ സെറ്റ് ചെയ്ത് വന്നുകൊണ്ടിരിക്കുന്നു. ഇപ്പം നിവീനായിട്ട് ഫസ്റ്റ് ഒരു കോംബോ സെറ്റ് ചെയ്യാൻ നോക്കി, പക്ഷെ അത് അപ്പോഴേക്കും നിവീൻ പോയി. അതിനുശേഷം തിരിച്ചു വന്നപ്പോൾ പിന്നെ ഉള്ള പ്രശ്നങ്ങൾ അതൊക്കെ. ഇപ്പം നിങ്ങൾ വിചാരിക്കും ഈ കോംബോ സെറ്റ് ചെയ്തിട്ട് ഷാനവാസിന് എന്താണെന്ന്. കോംബോ സെറ്റ് ചെയ്താൽ എന്താ ഒരു പ്രോഫിറ്റ് എന്ന് വെച്ചാൽ, ഇപ്പോൾ ഒരാളുമായിട്ട് കോംബോ സെറ്റ് ചെയ്യുമ്പോൾ, ഇപ്പോൾ എനിക്ക് ഇപ്പോൾ ഒരു കണ്ടസ്റ്റൻറ്റിന് ഇഷ്ടമാണ്, ഇപ്പോൾ അറ്റ്ലീസ്റ്റ് അനുമോൾ എന്ന് വിചാരിച്ചോ, അനുമോളിന് ഇഷ്ടമാണെന്ന് വെച്ചാൽ കോംബോ ആയിട്ട് അവിടെ അനുമോളിൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആയിട്ടും അനുമോൾക്കൊരു സപ്പോർട്ടിങ് ആയിട്ടും നിൽക്കുന്നത് ആരാ? ഷാനവാസ്, ആദില നൂറ, അവരൊക്കെയാണ്. അപ്പോൾ ഇവർ നോമിനേഷനിൽ വരാത്ത സമയത്ത്, അപ്പോൾ അനുമോൾ നോമിനേഷനിൽ വരാത്ത സമയത്ത് ഇവരാരെങ്കിലും നോമിനേഷനിൽ വന്നാൽ, അപ്പോൾ അനുമോളിനോടുള്ള ഇഷ്ടം കൊണ്ട് അനുമോൾക്കൊരു സപ്പോർട്ടിങ് സിസ്റ്ററായിട്ട് അവരവിടെ നിൽക്കുന്നുണ്ടല്ലോ എന്ന് കരുതിയിട്ട് നമ്മൾ പ്രേക്ഷകർ ചിലപ്പോൾ അവർക്ക് വോട്ട് കൊടുക്കും. അപ്പോൾ അതാണ് ഈ കോംബോ സെറ്റ് ചെയ്യുന്നത് കൊണ്ടുള്ള ഒരു പ്രോഫിറ്റ് ഉണ്ടാവുന്നത്. ആ ഗെയിമാണ് അവിടെ ഷാനവാസ് അടിപൊളിയെ കളിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ഷാനവാസിനെ അറിയാം എങ്ങനെ ഗെയിം കളിക്കണമെന്ന്. നല്ല രീതിയിൽ തന്നെ ഗെയിം അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് ഷാനവാസ്. എല്ലാവരോടും കോംബോ സെറ്റ് ചെയ്തുകൊണ്ട് ഇരിക്കുകയാണ്. അപ്പോൾ ഷാനവാസ് നിവിനോട് പറയണേ, എനിക്ക് നീയുമായിട്ടുള്ള ഒരു പ്രശ്നവുമില്ല, അങ്ങനെ നീയുമായിട്ട് എനിക്കൊരു പ്രശ്നം ഉണ്ടെങ്കിൽ എനിക്കത് അന്ന് തന്നെ കാണിക്കായിരുന്നു, പക്ഷെ ഞാൻ കാണിച്ചില്ലല്ലോ. പക്ഷേ നീ എൻ്റെ ഗ്രൂപ്പിലുള്ള ഒരാളിനെ ഒരു കാര്യം പറഞ്ഞപ്പോൾ അവർക്ക് പിടിച്ചു നിൽക്കാൻ വേണ്ടിയിട്ട് ഒരു കാര്യം ഞാൻ ഇട്ട് കൊടുത്തതാണ്. പക്ഷെ അത് കണക്കിലെടുത്തിട്ട് ഓരോരുത്തരും ഇവിടെ ഓരോ ഇഷ്യൂ ഉണ്ടാക്കാനും എന്താ പറയുക നമ്മളെ ഇതാക്കാനും തെറ്റിദ്ധരിപ്പിക്കാനും ഒക്കെ നിന്നെ തെറ്റിദ്ധരിപ്പിക്കാൻ ഒരുപാട് പേരുണ്ടായിരുന്നു. നീ ആ തെറ്റിദ്ധാരണയിൽ പോവുകയാണെങ്കിൽ പൊക്കോട്ടെ എന്ന് ഞാൻ വിചാരിച്ചു. അല്ലാതെ ഇപ്പം ഞാൻ എങ്ങനെ നിന്നെ പറഞ്ഞ് മനസ്സിലാക്കാനാണ്. എനിക്ക് നിന്നോടൊരു 20% പ്രശ്നം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അത് മുതലെടുക്കാൻ ഇവിടെ ചില ആട്ടുംതോലിട്ട ചെന്നായിമാരൊക്കെ ഉണ്ടായി എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലുള്ള സംസാരമൊക്കെയാണ് കാണിച്ചത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ അനുമോൾ കിച്ചണിലേക്ക് വരുന്നുണ്ട്. അനുമോൾ കിച്ചണിലേക്ക് വന്നിട്ട് അക്ബർ, അനീഷ് അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ടുണ്ട്. അപ്പോൾ അക്ബറോട് അനുമോൾ ചോദിക്കുകയാണ്, ഇതെന്താ ചേട്ടാ, ഇതെന്തിനാ വെച്ചേക്കുന്നത്? അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നിനക്ക് എന്നോട് ചോദിച്ചുകൂടെ, ഞാനല്ലേ ഇവിടെ നിൽക്കുന്നത് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അനുമോളോട് ചോദിക്കുന്നുണ്ട്, ഇപ്പോൾ ഓക്കെ ആയോ, നീ വന്നോ, നീ ചെയ്യാൻ റെഡിയാണോ, വർക്ക് ചെയ്യാൻ റെഡിയാണോ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട്, നിങ്ങൾ തന്നെ ചെയ്തോ, ഞാൻ പച്ചക്കറി അരിഞ്ഞ് തരാം, ഹെൽപ്പ് ചെയ്യാൻ വന്നതാണ്, നിങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്, പിന്നെ എന്തിനാണ് എന്നെ നോക്കുന്നത് എന്ന് പറയുന്നുണ്ട്. അപ്പോഴത്തേനും ബിന്നി അപ്പുറത്തുനിന്ന് വരുന്നുണ്ട്. എന്തിനാ വിളിച്ചതെന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, അല്ല അനുമോള് ഞാൻ വിളിക്കാൻ പോയി, അപ്പോൾ അനുമോൾ വന്നില്ല, ഇപ്പോൾ കുഴപ്പമില്ല, അനുമോൾക്ക് ഓക്കെയാണ് വന്ന് വർക്ക് ചെയ്യാൻ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ബിന്നി ചോദിക്കുന്നുണ്ട്, അപ്പോൾ നീ ചെയ്യോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, ഇവിടെ ഇവർക്ക് രണ്ടുപേർക്കാണ് നന്നായിട്ട് അറിയുള്ളൂ, ഓനിയൽ ബാത്റൂമിലായിരുന്നു, അപ്പോൾ അത് ചെയ്യാൻ അറിയാത്തത് കൊണ്ടാണ് ബിന്നിനെ വിളിച്ചത്, ഇനിയിപ്പോൾ അനുമോൾ വന്നല്ലോ എന്നുള്ള രീതിയിൽ അനീഷ് പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് അങ്ങനെ ഹെൽപ്പ് ചെയ്യാൻ പറയുമ്പോൾ അനുമോൾ പറയുന്നുണ്ട്, അങ്ങനെയല്ലല്ലോ നിങ്ങൾ ഇന്നലെ പറഞ്ഞത്, ഇന്നലെ ഞാൻ ചെയ്തതിന് നിങ്ങൾ എന്താ പറഞ്ഞത്, ഞങ്ങളുടെ ടീമിലുള്ള എല്ലാവർക്കും എല്ലാം അറിയാമെന്നല്ലേ പറഞ്ഞത്, അപ്പോൾ നിങ്ങളുടെ ടീമിലുള്ളവർ ചെയ്താൽ മതി എന്ന് പറയുമ്പോൾ അക്ബർ അപ്പുറത്ത് നിന്ന് പറയുന്നുണ്ട്, നീ എന്താ അങ്ങനെ പറയുന്നത്, നിങ്ങളുടെ ടീം എന്ന് പറയുന്നത് നമ്മളെല്ലാവരും ഒരു ടീമല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ എന്നിട്ട് പിന്നെ അനീഷ് പറയുന്നുണ്ട്, ഒരുപാട് അനുമോൾ ഇങ്ങനെ ചെയ്തപ്പോൾ ഓനിയലേട്ടൻ വെച്ചോട്ടെ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞപ്പോൾ അനീഷ് പറയുന്നുണ്ട്, നീ ഒരു എന്താണ് അടക്കള മുഴുവന് ഇതാക്കാന്ന് നീ വിചാരിക്കണ്ട, ഞങ്ങൾക്കറിയാത്ത കാര്യങ്ങൾക്ക് ഞങ്ങൾക്കും പഠിക്കണമെന്നുണ്ട്, അപ്പം നിങ്ങൾ ചെയ്യുമ്പോൾ ഞങ്ങൾ കണ്ടു പഠിക്കും, അല്ല അപ്പം അറിയില്ല പറഞ്ഞിട്ട് ഞങ്ങൾ അപ്പുറത്തിരിക്കണം. ഓണിയൽ പറഞ്ഞു ഉപ്മാവിന് വെള്ളം തിളപ്പിക്കണം പറഞ്ഞു, അതുകൊണ്ട് ഞാൻ വെള്ളം തിളപ്പിക്കാൻ വെച്ചു. ഇനിയിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയല്ലേ കുക്കിംഗ് ചെയ്യേണ്ടത്, ഓരോരുത്തർക്കും ഓരോ ഇതല്ലേ, അതുകൊണ്ട് അതുപോലെ ഇനിയിപ്പോൾ നീ ചെയ്യണമെങ്കിൽ നീ ചെയ്യുന്ന രീതിയിൽ ചെയ്തോ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ
വീണ്ടും അനുമോള് ഇതൊക്കെ പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട്, നീ ഒരുപാട് നിനക്കെല്ലാം അറിയാം എന്ന് പറഞ്ഞിട്ട് നീ ഒരുപാട് ഞങ്ങളുടെ തലയിൽ കയറിയിരുന്ന് നിരങ്ങാനൊന്നും നോക്കണ്ട, ഈ കിച്ചൺ മുഴുവൻ ഭരിക്കുക എന്നൊന്നും കരുതണ്ട എന്നുള്ള രീതിയിലൊക്കെ ഭയങ്കര ഒച്ചിട്ടിട്ട് പറയുന്നതൊക്കെയാണ് കാണിക്കുന്നത്. അതിനുശേഷം വീണ്ടും കാണിക്കുന്നത് നിവീനും ഷാനവാസും വീണ്ടും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. നിവീൻ ഷാനവാസിനോട് പറയണ്ടേ, എനിക്ക് നിങ്ങളോടൊരു പ്രശ്നവുമില്ല, നിങ്ങളും ഞാനും തമ്മിൽ നല്ലൊരു ബോണ്ടിങ് ഉണ്ട്, നിങ്ങളുടെ മോളും കൂടെ വന്നിട്ട് അപ്പോൾ അത് കുറച്ചും കൂടെ ഒരുപാടായി എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പോൾ ഷാനവാസിനെ ആണെങ്കിൽ ഇപ്പോൾ എല്ലാവരും വന്നിട്ട് നിവീനെ ഇഷ്ടമാണ്, നിവീൻ ഭയങ്കര എൻ്റർടൈൻമെൻ്റ് ആണ് എന്നുള്ള രീതിയിലൊക്കെ പറയുന്നത് കൊണ്ടാണ് ഷാനവാസ് അങ്ങോട്ട് അങ്ങനെ പറഞ്ഞു പോണതെന്ന് എനിക്ക് തോന്നുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബിന്നി വരുന്നുണ്ട്. ബിന്നി വന്നിട്ട് പറയുന്നുണ്ട്, ചേട്ടാ വർക്ക് ചെയ്യ് ചേട്ടാ എന്ന് പറയുന്നുണ്ട് ഷാനവാസിനോട്. ഷാനവാസ് പറയുന്നുണ്ട്, ഒരു കാര്യം സംസാരിക്കുന്നത് കണ്ടില്ലേ, അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ വർക്ക് ചെയ്തോളാം എന്ന് പറയുന്നുണ്ട്. അപ്പം ബിന്നി പറയുന്നുണ്ട്, അത് ചെയ്തുകൊണ്ട് സംസാരിച്ചുകൊണ്ട് വർക്ക് ചെയ്തുകൂടെ എന്ന് ചോദിക്കുമ്പോൾ അത് ഞങ്ങളല്ലേ തീരുമാനിക്കുക, ഞങ്ങൾ ഇവിടെ സംസാരിച്ച് കഴിഞ്ഞിട്ടേ വർക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ഒരുപാട് പറയുന്നുണ്ട്, അതൊന്നും നമ്മുടെ എപ്പിസോഡിൽ കാണിച്ചിട്ടില്ല, നീ വേണമെങ്കിൽ നിൻ്റെ ഹസ്ബൻഡിൻ്റെ അടുത്ത് പോയി പറയും, അവിടെ ഇരിക്കണ്ടല്ലോ എന്നുള്ള രീതിയിലൊക്കെ ഷാനവാസ് റോങ് ആയിട്ടൊക്കെ സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ ബിന്നി പറയുന്നുണ്ട്, നിവിൻ ബാത്റൂം കഴുകണ്ട, എണീക്ക് വാ, മതി ഇരുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട്. അപ്പോഴും നിവിൻ എന്താണെന്ന് ചോദിച്ചാൽ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഞാൻ ആലോചിക്കുന്നതല്ല, അപ്പുറത്ത് കിച്ചണിൽ ഉപ്മാവ് ഉണ്ടാക്കിയിട്ടില്ല, ഉണ്ടാക്കാൻ പോകുന്നേ ഉള്ളൂ കാര്യങ്ങളൊക്കെ. പക്ഷെ ഇപ്പോഴത്തെ നിവീൻ എങ്ങനെ കറക്റ്റ് ഫുഡ് കിട്ടുന്നേ എന്നാണ് ഞാൻ അപ്പുറത്ത് അതിൻ്റെ വഴക്കുണ്ടായിക്കൊണ്ടിരിക്കുന്നത്, ഇപ്പുറത്ത് നിവീൻ കഴിച്ചുകൊണ്ടിരിക്കുന്നത്. എന്താ ഈ കഴിക്കുന്നതെന്ന് അറിയില്ല. എപ്പോഴും ഒന്നില്ലെങ്കിൽ പ്ലേറ്റ് ഉണ്ട് അല്ലെങ്കിൽ കപ്പ് ഉണ്ട്, നിവിന് മാത്രം എല്ലാ കറക്റ്റ് ടൈമിൽ അവിടെ ഫുഡ് കിട്ടുന്നുണ്ട്. അപ്പം അങ്ങനെയാണ് പറയുന്നത്. എന്നിട്ട് എനിക്ക് നീ ഫുഡ് കഴിച്ച് കഴിഞ്ഞു, എനിക്ക് ഞാൻ സഹായിക്കാൻ പറഞ്ഞിട്ട് പിന്നെയും വിളിക്കുന്നുണ്ട്. അപ്പം ഷാനവാസ് എന്തൊക്കെ കൊനനും കുത്തി എന്തൊക്കെയും ചെയ്യുന്നുണ്ട്, പറ്റില്ല എന്നുള്ള രീതിയിലൊക്കെ. എന്നിട്ട് പിന്നെ അപ്പോഴേക്കും നിവിനെ വിളിച്ചിട്ട് പോകുമ്പോഴത്തേനും മോർണിംഗ് ആക്ടിവിറ്റീൻ്റെ ലെറ്റർ വന്നു. അപ്പോൾ എനിക്ക് വാ, പുറത്തേക്ക് വാ, ഇനിയിപ്പോൾ കണ്ടില്ലേ മോർണിംഗ് ആക്ടിവിറ്റി വന്നു എന്ന് പറഞ്ഞിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് കാണിച്ചിട്ട് പോകുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ കാണിക്കുന്നത് ലിവിങ് റൂമിൽ എല്ലാവരും ഇരുത്തിയിട്ട് ബിഗ് ബോസ് പറയുകയാണ്, ഇന്ന് നിങ്ങളുടെ ഫാമിലി വരുന്നുണ്ട്. ഇപ്പോൾ അനുമോൾ, ജിസേൽ ആൻഡ് ആര്യൻ്റെ ഫാമിലിയാണ് ഇന്ന് വരുന്നത്. ഇന്ന് മറ്റുള്ള ദിവസത്തെ പോലെയല്ല, നിങ്ങൾക്ക് ഒരു നോക്ക് അവരെ കണ്ടിട്ട് ആക്ടിവിറ്റി റൂമിൽ പോയിട്ട് ടാസ്ക് ചെയ്താൽ മതി, ടാസ്ക് ചെയ്താൽ മാത്രമേ അവരുമായിട്ട് സമയം ചെലവിടാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പം ഇവർ 3 പേരുടെയാണ് ഫാമിലി വരുന്നതെന്ന് പറഞ്ഞപ്പോൾ തന്നെ അക്ബർ അപ്പുറത്തെന്ന് പറയുന്നുണ്ട്, അപ്പോൾ ഒരു വഴക്ക് കാണാം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ആര്യൻ ഇത് ലൈവിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആര്യൻ പറയുന്നുണ്ട്, ബിഗ് ബോസ് നിങ്ങൾക്ക് വേറൊരു കോംബോയും പിടിക്കാൻ പറ്റില്ല, നിങ്ങൾക്ക് ഈ കോംബോ തന്നെ പിടിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ ചോദിക്കുന്നുണ്ട് ലൈവിൽ. അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് വരുന്നതാണ് ജിസേലിൻ്റെ അമ്മയാണ് ഫസ്റ്റ് വരുന്നത്. ഐ ലവ് യു മമ്മി എന്നുള്ള സോങ്ങാണ് ഇട്ടത്. ഞാൻ ഇത് ഇന്നലെ ലൈവ് അപ്ഡേഷനിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, എന്നാലും പറയാം. അപ്പം ജിസേലിൻ്റെ അമ്മയാണ്. അപ്പം അനുമോൾ ആരുടെ അമ്മയാണ് ഫസ്റ്റ് വരുന്നതെന്ന് അറിയില്ലല്ലോ. അപ്പം അനുമോൾ ഫസ്റ്റ് ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. ലൈവിൽ അനുമോൾ ഇങ്ങനെ മുട്ടുകുത്തിയിട്ട് അവിടെ ഇരിക്കണം. അനുമോളുടെ അമ്മ വരുമ്പോൾ എങ്ങനെയാണോ മുട്ടുകുത്തിയിട്ട് സ്വീകരിക്കാതിരുന്നത്, സെയിം ഇതിൽ തന്നെയാണ് ജിസേലിൻ്റെ അമ്മ വരുമ്പോഴും അനുമോളുടെ അമ്മയാണ് എന്നുള്ള ഇതിൽ പോയി ഇരുന്നത്. അപ്പം ഓപ്പൺ ആവുന്ന സമയത്ത് ജിസേലിൻ്റെ അമ്മനെ കണ്ടതും അനുമോൾ എന്താ ചെയ്യണമെന്ന് വെച്ചാൽ അവിടെ നിന്ന് പെട്ടെന്ന് എണീച്ചിട്ട് ബിന്നിയെ പോയി ഹഗ് ചെയ്തിട്ട് വിഷമിക്കുന്നതാണ് കാണിക്കുന്നത്. അപ്പോൾ ജിസേൽ വന്നിട്ട് അമ്മ വന്നിട്ട് ജിസേലിനെ കെട്ടിപ്പിടിക്കുമ്പോൾ തന്നെ അമ്മ പറയുന്നുണ്ട്, നീ ഒരു ഗെയിമും ഇവിടെ കളിക്കുന്നില്ല കേട്ടോ, നല്ല രീതിയിലൊന്നും കളിക്കുന്നില്ല എന്ന് പറയുന്നുണ്ട്. അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ഹഗ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മുടെ ആര്യൻ പെട്ടെന്ന് വരുന്നുണ്ട്, കാലിൽ ആശീർവാദം വാങ്ങിക്കാൻ വരുന്നുണ്ട്. പക്ഷേ ജിസേലിൻ്റെ അമ്മ എന്താ ചെയ്തതെന്ന് വെച്ചാൽ അതിലാന്ന് പറഞ്ഞിട്ട് മാറിയിട്ട് ഇപ്പോൾ അവനെ കാണാത്ത പോലെ മാറിയിട്ട് അപ്പുറത്തേക്ക് അതിലെന്നെ ഹഗ് ചെയ്യുകയും ചെയ്യുന്നു. അപ്പോൾ എല്ലാ ഫാമിലി വന്നാലും എല്ലാ പേരൻസ് വന്നാലും പ്രത്യേക ഒരു സ്ഥാനം ആദിലക്കും ന്യൂറക്കും കൊടുക്കുന്നുണ്ട്. അത് കാണുമ്പോൾ ഒരു പോസിറ്റീവ് എനർജി തോന്നുന്നുണ്ട്. അവരെന്നെ പറയുന്നുണ്ട്, ഇന്നലത്തെ എപ്പിസോഡിൽ അവരത് പറയുന്നുണ്ട്, എല്ലാവരും ഒരു പ്രത്യേക സ്ഥാനം അവർക്ക് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അങ്ങനെ പറയുന്നുണ്ട്, അനുമോളിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട്, ഭയങ്കര ഇഷ്ടമാണ്, ഭയങ്കര ബോൾഡ് ഗേളാണ് എന്നുള്ള രീതിയിലൊക്കെ അനുമോളിനെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ജിസേലിനെ ടാസ്ക് ചെയ്യാൻ ആക്ടിവിറ്റി റൂമിലേക്ക് കൊണ്ടുപോയി. അപ്പം ജിസേലിന് ഇങ്ങനെ ഇവരെന്തെങ്കിലും പറയുമോ എന്നുള്ളതാണ് തോന്നുന്നത്. പുറത്ത് വന്നിട്ട് ലൈവിൽ അത് ചോദിക്കുന്നതൊക്കെ കാണിക്കുന്നുണ്ട് കേട്ടോ. അപ്പം ജിസേലിന് കിട്ടിയ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസ് ഹൗസിൻ്റെ ഫ്രണ്ട് ഏരിയ, ഗാർഡൻ ഏരിയ സെറ്റ് ചെയ്യാനായിരുന്നു പസിൽ. അതിനുശേഷം പിന്നെ ഓരോ ക്യാൻസ് ചോപ്പിംഗ് സ്റ്റിക്ക് വെച്ചിട്ട് അടുക്കി വെക്കാൻ 5, 4, 3, 2 എന്നുള്ള പോലെ പിരമിഡ് പോലെ അടുക്കാനുമായിരുന്നു ഉണ്ടായിരുന്നത്. അത് കഴിഞ്ഞിട്ട് പെട്ടെന്ന് വന്നിട്ട് അമ്മനെ വിളിച്ചുകൊണ്ട് പോവുകയാണ്. ഇതൊന്നും എപ്പിസോഡിലില്ല, ലൈവിലുണ്ട്. അമ്മ വാ, എനിക്ക് കുറച്ച് സംസാരിക്കാനുണ്ട് പേഴ്സണലായിട്ട് എന്നുള്ള രീതിയിൽ എല്ലാവരുടെ അടുത്തുനിന്നും
വിളിച്ചുകൊണ്ട് പോകുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ജിസേൽ എന്താ പറയുന്നത് വെച്ചാൽ, എന്താ ആര്യനെ മാത്രം മീറ്റ് ചെയ്തില്ല, എല്ലാവരെയും അമ്മ നല്ല രീതിയിൽ മീറ്റ് ചെയ്തു, ആര്യനെ മാത്രം മീറ്റ് ചെയ്തില്ല എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട്, ഞാൻ കണ്ടില്ല ആര്യനെ ഞാൻ കണ്ടില്ല, ദൈവസത്യമായിട്ട് ഗോഡ് പ്രോമിസ് കണ്ടില്ല എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ജിസേൽ പറയുന്നത്, എനിക്ക് മേക്കപ്പ് ഇല്ല, എനിക്ക് ഡ്രസ്സില്ല, അമ്മ ബോംബെയിൽ പോകണം, അമ്മ എന്തിനാണ് നാട്ടിൽ തന്നെ നിൽക്കുന്നത്, എൻ്റെ സാധനങ്ങളൊക്കെ അവിടെയല്ലേ, അമ്മ എന്നെ ഈ ഒരു ഷോയിൽ കൊണ്ടുവന്ന് വിടുകയും ചെയ്ത് എന്നിട്ട് എനിക്കൊരു സാധനവും തന്നില്ല, എന്തുകൊണ്ട് എൻ്റെ ഹെയർ എക്സ്റ്റൻഷൻ തരുന്നില്ല എന്നുള്ള രീതിയിലൊക്കെ അമ്മേനോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കണം. അപ്പം അമ്മ പറയുന്നത്, ഞാൻ ഇപ്പം നാട്ടിലല്ലേ, ഞാൻ എന്തിനാ ഇപ്പോൾ അങ്ങോട്ട് പോകണം, എനിക്ക് എൻ്റെ സാധനങ്ങൾ കിട്ടണം, എന്താണ് വിറ്റാമിൻ സി സിറല്ല, നിയാസിനമൈഡ് സിറല്ല, ഇതെല്ലാം കൊണ്ടുവരും. അപ്പം അമ്മ പറയുന്നത്, ഇതൊക്കെ ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട്, സിറങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്, പക്ഷെ അവർ തരാമെന്നാണ് പറഞ്ഞത്, എന്നോട് ഇപ്പോൾ കൊണ്ടുപോകണ്ട, അവർ നിനക്ക് അയച്ചു തരാമെന്നാണ് പറഞ്ഞത് എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പം അമ്മ പറയുന്നത്, അമ്മ തിരിച്ച് എന്താ പറയണതാണ്, ജിസേൽ നല്ല രീതിയിൽ കളിക്കണം, ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള രീതിയിൽ. ജിസേൽ പറയുന്നത്, ജിസേലിന് അതൊന്നും കേൾക്കണ്ട, ജിസേൽ ഈ മേക്കപ്പ് പ്രോഡക്ട്സ് എന്താ, എനിക്ക് തുണിയില്ല എന്നുള്ള രീതിയിലൊക്കെ ജിസേൽ അതാണ് പറഞ്ഞുകൊണ്ടിരിക്കുക. അമ്മ പറയുന്നത് ജിസേൽ അങ്ങോട്ട് എടുക്കുന്നില്ല. അതിനുശേഷം പിന്നെ ജിസേലിൻ്റെ ബെഡ്റൂം കാണിക്കാൻ കൊണ്ടുപോകുന്നുണ്ട്. ബെഡ്റൂം ഇതൊന്നും ഈ എപ്പിസോഡിലില്ല, പക്ഷെ ആ സീനൊക്കെ നല്ല രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ജിസേലിൻ്റെ ബെഡ്റൂമിൽ കൊണ്ടുപോകുമ്പോൾ, നിൻ്റെ സാധനങ്ങൾ മാത്രമേ ഉള്ളൂ ഇങ്ങനെ എല്ലാവരുടെയും പരന്ന് കിടക്കുന്നത്, നിൻ്റെ മേക്കപ്പ് ബ്രഷ് വരെ ഇവിടെ ജെൻസാണ് യൂസ് ചെയ്യുന്നത്, നീ ഒന്നും ശ്രദ്ധിക്കുന്നില്ല, എല്ലാവരും ഡ്രസ്സിങ് ചെയ്ത് കഴിഞ്ഞാൽ എല്ലാം മടക്കി വെക്കുന്നുണ്ട്, എല്ലാവരുടെ ബെഡും നീറ്റാണ്, നിൻ്റെ ബെഡ് മാത്രം എപ്പോഴും ഈ പരന്ന് കിടക്കത്തുള്ളൂ, നീ ഗെയിമും ടാസ്കും ഒക്കെ കളിക്കുന്നത് നൂറനെ കണ്ടുപിടിക്ക്, മറ്റേ ബാക്കിയുള്ള കാര്യങ്ങൾ ലക്ഷ്മിനെ കണ്ടുപഠിക്ക്, അനുമോള് നല്ല ബോൾഡ് ഗേളാണ്, അവരിനെയൊക്കെ നീ കണ്ടു പഠിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ പറയുന്ന സമയത്ത് ജിസേൽ എന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അമ്മ വാ എണീക്ക്, കാരണം ഇവരൊക്കെ കേൾക്കുകയാണല്ലോ, അപ്പോൾ വാ അമ്മ എണീക്കെന്ന് പറഞ്ഞിട്ട് പൗഡർ റൂമിലേക്ക്. അപ്പോൾ ഇപ്പം വിളിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ലക്ഷ്മിയും നമ്മുടെ ആദിലയും നൂറൊക്കെ ഇരുന്ന് പറയുന്നുണ്ട്, ഇപ്പോൾ അമ്മ വന്നേക്കണേ എന്തിനു വന്നത്, അപ്പോൾ ജിസേലിനെ ട്രിഗർ ചെയ്യാൻ വന്ന പോലെയാണ് ഇപ്പോൾ തോന്നണേ എന്നുള്ള രീതിയിലൊക്കെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അതിനുശേഷം പിന്നെ ഈ പറഞ്ഞ പോലെ അനുമോളുടെ ഉണ്ടാക്കിയ ഫുഡ്, ബീട്രൂട്ട് റൈസാണ് ഉണ്ടാക്കിയത്, അത് കഴിക്കണതും പിന്നെ ആ കുറച്ച് സംസാരങ്ങളും. ഈ ആര്യനെ മൈൻഡേ ചെയ്യുന്നില്ല എന്ന് പറഞ്ഞാൽ, അങ്ങനെ ഒരാളുണ്ട് എന്നുള്ള രീതിയിലൊന്നും ഒരു മൈൻഡ് അവിടെ കൊടുക്കുന്നില്ല ജിസേലിൻ്റെ അമ്മ. അതിനുശേഷമാണ് ആര്യനെ ഫാഷൻ റൂമിലേക്ക് വിളിക്കുകയാണ് ബിഗ് ബോസ്. എന്നിട്ട് ആര്യനോട് സംസാരിക്കുകയാണ്, വീട്ടിൽ നിന്ന് ആരൊക്കെ വരുമെന്ന് അറിയുമോ എന്താണെന്ന് ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, അച്ഛൻ അമ്മയായിരിക്കും വരിക എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് എന്താ ഒരു വിഷമം ചോദിക്കുമ്പോൾ ആര്യൻ പറയുന്നുണ്ട്, എനിക്ക് എന്താണെന്നറിയില്ല, ഒരു 10 മിനിറ്റ് മുമ്പ് വരെ കുഴപ്പമില്ലായിരുന്നു, പക്ഷെ ഇപ്പോൾ ഭയങ്കര ഡൗൺ ആയ പോലെ തോന്നും. കാരണം എന്താണെന്ന് വെച്ചാൽ ജിസേലിൻ്റെ അമ്മ വന്നിട്ട് ഒരുവിധം മൈൻഡും കൊടുക്കുന്നില്ല. അതോടെ ആര്യന് താഴേക്ക് പോയി. പിന്നെ ജിസേലിൻ്റെ അമ്മ പറയും ചെയ്തു കേട്ടോ, ബെഡ് മാറിക്കിടക്കണം, ഒറ്റയ്ക്ക് കളിക്കണം എന്നുള്ള രീതിയിലൊക്കെ പറയും ചെയ്തിട്ടുണ്ട് ജിസേലിൻ്റെ അമ്മ. അപ്പോൾ ആര്യൻ്റെ ബ്രദറ് നമ്മുടെ സ്റ്റോർ റൂമിൽ നിന്ന് ഇറങ്ങി വരുന്നു. അപ്പം നിവീന് ആര്യൻ്റെ ബ്രദർ എന്നുള്ള രീതിയിൽ പോയിട്ട് പറയുന്നുണ്ട് ഇതാക്കുന്നുണ്ട്. അതിന് ശേഷമാണ് അമ്മ മെയിൻ ഡോറിൻ്റെ ആ ഭാഗത്ത് കൂടെ വരുന്നത്. അപ്പം അമ്മ വരുമ്പോൾ തന്നെ അനുമോളെയാണ് ഹഗ് ചെയ്യണതും ഒക്കെ. അനുമോൾ ഇങ്ങനെ നിൽക്കണം, എല്ലാവരും വരുമ്പോഴും അനുമോൾ ഫ്രണ്ടിൽ പോയി നിൽക്കുന്നുണ്ട്. ഇപ്പം അനുമോളുടെ അമ്മയും വരും എന്ന് പറഞ്ഞല്ലോ, അപ്പം അതാരാ വരുന്നതെന്ന് അറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അനുമോൾ വന്ന് നിൽക്കുന്നുണ്ട്. അപ്പം അമ്മ അങ്ങനെ ഹഗ് ചെയ്യാൻ വിളിക്കുമ്പോൾ ഓടിപ്പോയി ഹഗ് ചെയ്യുന്നുണ്ട്, കിസ് ചെയ്യുന്നുണ്ട് അമ്മനെ. അങ്ങനത്തെ ഒരു സീനൊക്കെ ആയിരുന്നു. പിന്നെ ആദില നൂറിനെയൊക്കെ എൻ്റെ ഡോട്ടേഴ്സാണ് എന്ന് പറഞ്ഞിട്ടൊക്കെ കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഞാനവരെ അഡോപ്റ്റ് ചെയ്തു, എനിക്കൊരു പെൺകുട്ടി ഇല്ല, ഇവർക്കൊക്കെ പരാതിയാണ് അമ്മക്കൊരു പെൺകുട്ടി വേണമെന്ന്, സോ എനിക്ക് 2 പെൺകുട്ടികളാണ് എന്നുള്ള രീതിയിലൊക്കെ സച്ച് ജേം എന്ന് തന്നെ പറയാം ആര്യൻ്റെ അമ്മനെ. എല്ലാവരോടും നല്ല രീതിയിൽ, അമ്മയായാലും ബ്രദറായാലും നല്ല രീതിയിൽ തന്നെ പെരുമാറുന്നുണ്ട്. അപ്പോൾ ജിസേലിന് ഒരു സംശയം, ഇത് ഇപ്പോൾ ആര്യന് വയസ്സ് എത്രയാണ്, ഇത് എൽഡർ ബ്രദറാണോ യങ്ങർ ബ്രദറാണോ എന്നൊക്കെ സംശയം ഉണ്ടായിരുന്നു. എന്നിട്ട് ചോദിക്കുന്നുണ്ട്. അപ്പോൾ അവർ പറയുന്നുണ്ട് ഞാൻ എൽഡർ ബ്രദറാണ് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ സംസാരിക്കുന്നുണ്ട്. ഇപ്പോൾ ജിസേലിൻ്റെ അടുത്ത് അങ്ങനെ എന്താ പറയുക, ലൈവിൽ കാണിക്കുന്നുണ്ട് അനുമോളുടെ കൂടെയാണ് കൂടുതലും ആര്യൻ്റെ അമ്മ നടക്കുന്നതും കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. ലഡ്ഡു ഒക്കെ കൊടുക്കാൻ പോകുമ്പോൾ ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട്, വേണ്ട ഞാൻ ഷുഗർ കട്ടാണ്, ഞാൻ ഇതൊന്നും കഴിക്കില്ല പറയുന്നുണ്ട്. ആര്യൻ്റെ ബ്രദർ ആയാലും എനിക്ക് പ്ലാച്ചിനെ കാണണം എന്ന് പറഞ്ഞിട്ട് പ്ലാച്ചിനെ ഇതാക്കാനൊക്കെ പോകുന്നുണ്ട്. എന്നിട്ട് പ്ലാച്ചിനെ കാണിച്ചു കൊടുക്കുമ്പോൾ അതിങ്ങനെ എറിയണ പോലെയൊക്കെ
പ്രാങ്ക് ചെയ്യുന്നതൊക്കെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് പ്ലാച്ചിനെ ആര്യൻ്റെ അമ്മൻ്റെ കയ്യിൽ കൊണ്ടുപോയി കൊടുത്തിട്ട് ആര്യൻ്റെ അമ്മ കൊഞ്ചണതും അതൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പോൾ ജിസേലിൻ്റെ അടുത്തായാലും ജിസേൽ വെള്ളം കൊണ്ടുവരുമ്പോൾ ആര്യൻ്റെ അമ്മ പറയുന്നുണ്ട് അവൻ ഇങ്ങനെയൊന്നും അല്ലായിരുന്നു, പക്ഷേ എന്താ ഇപ്പോൾ അവൻ അങ്ങനെ ആയി എന്ന് അറിയത്തില്ല എന്നുള്ള രീതിയിലൊക്കെ ആര്യൻ്റെ അമ്മ സംസാരിക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ ആര്യൻ ചോദിക്കുന്നുണ്ട് അമ്മയോട് ഞങ്ങളെക്കുറിച്ച് പുറത്ത് ക്രിറ്റിസൈസ് ചെയ്യുന്നുണ്ടോ എന്നെക്കുറിച്ച് എന്നൊക്കെ ചോദിക്കുമ്പോൾ അത് ഞാൻ പറയില്ല, പക്ഷെ നിങ്ങൾ ഓരോ ബെഡിലായി കിടക്കണം, ഒരു ബെഡിൽ തന്നെ കിടക്കണ്ട, ഫൈനലിനെ കുറിച്ചിട്ട് ചിന്തിക്കണം, ഒറ്റയ്ക്ക് കളിക്കണം, ഗെയിമൊക്കെ ഒറ്റയ്ക്ക് വേണം കളിക്കാൻ എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. ഇതിനു മുന്നേ ആര്യനുള്ള ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ, ആക്ടിവിറ്റി ഏരിയയിൽ ഇവരെ കാണാൻ ആര്യനുള്ള ടാസ്ക് എന്തായിരുന്നു എന്ന് വെച്ചാൽ നമ്മുടെ സ്പൈക്കുട്ടൻ്റെ പസിൽസ് ആയിരുന്നു. സ്പൈക്കുട്ടനെ പസിൽ റെഡിയാക്കുക. പിന്നെ രണ്ടാമത്തെ ടാസ്ക് എന്താണെന്ന് വെച്ചാൽ ബിസ്ക്കറ്റ് ഇങ്ങനെ മുഖത്ത് വെച്ചിട്ട് ഇങ്ങനെ കഴിക്കുന്ന ആ ഒരു ടാസ്ക് ഒക്കെ ആയിരുന്നു. ഭയങ്കര എക്സ്പ്രഷനും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അതിനുശേഷം പിന്നെ അങ്ങനെ അവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് നമ്മുടെ അനുമോളുടെ അമ്മ വരുന്നത്. അനുമോളുടെ അമ്മ വരുന്നത് എന്തോ പറഞ്ഞാലും നീ എൻ്റേതല്ലേ വാവേ എന്നുള്ള പാട്ടിടുന്നു. അനുമോൾ ഓടി വരുന്നു. കുറച്ച് നേരം അവിടെ ഇങ്ങനെ തൂത്തിയിട്ട് സ്വീകരിക്കാനായിട്ട് ഇരിക്കുന്നുണ്ട്. എന്നിട്ട് പാട്ട് നിർത്തുന്നു ബിഗ് ബോസ്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് ബിഗ് ബോസ് എന്നോട് എപ്പോഴും ഇങ്ങനെ തന്നെ എന്നുള്ള രീതിയിലേക്ക് പറഞ്ഞിട്ട് ബിഗ് ബോസ് പറയുന്നുണ്ട് അനുമോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് വരൂ എന്ന് പറയുന്നുണ്ട്. അനുമോൾ എന്താ പറയുക, എല്ലാവരോടും പറഞ്ഞാണ് ഫസ്റ്റ് കാണാം എന്നിട്ടാണ് നിങ്ങൾ നാട്ടിൽ, പക്ഷെ അനുമോളിനോട് മാത്രം ഇങ്ങനെയാണ് ചെയ്തത്. ബാക്കി രണ്ടാൾക്കും അങ്ങനെ കൊടുത്തു, അനുമോൾക്ക് മാത്രം ഇങ്ങനെ അനുമോളുടെ ഇമോഷൻസുമായിട്ട് കുറച്ച് ഗെയിം കളിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നുണ്ട്. അപ്പോൾ ആക്ടിവിറ്റി ഏരിയയിലേക്ക് പോയി. അനുമോൾക്ക് എന്തായിരുന്നു പസിൽ എന്ന് വെച്ചാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ലോഗോ ഉണ്ടല്ലോ അയ്യൻ്റെ, അതായിരുന്നു പസിൽ. രണ്ടാമത്തെ ഗെയിം എന്തായിരുന്നു എന്ന് വെച്ചാൽ ഇങ്ങനെ കുറച്ച് ഇങ്ങനെ കട്ടകൾ കൊടുത്തിട്ടുണ്ടാവും, അത് തട്ടിയിട്ട് അറ്റത്തൊരു ബോൾ വെച്ചിട്ട് ബക്കറ്റിലേക്ക് ഇടുക എന്നതായിരുന്നു ടാസ്ക്. അത് കുറച്ച് അനുമോള് കൺഫ്യൂഷനായിട്ടാണോ എന്തായിട്ടാണെന്ന് അറിയില്ല, മറ്റേ പസിൽസൊക്കെ കുറച്ച് ബിഗ് ബോസിൻ്റെ ബോസൊക്കെ തടത്തിട്ടായിരുന്നു വെച്ചിട്ടുണ്ടായിരുന്നു. എന്നിട്ട് കുറേ നേരമൊക്കെ നിന്ന് നോക്കിയിട്ടാണ് ശരിയാക്കുകയൊക്കെ ചെയ്തത്. എന്നിട്ട് ഓടി വരുന്നുണ്ട് അമ്മനെ കാണാൻ വന്നിട്ട് രണ്ടുപേരും കരയുന്നുണ്ട്. രണ്ടുപേരും പറയുന്നത് കരയണ്ട നീ കരയാൻ പാടില്ല എന്നൊക്കെ പറയുന്നുണ്ട്. അനുമോളുടെ അമ്മയായാലും അനുമോൾ പറയുന്നുണ്ട് എനിക്ക് പുറത്തത്തെ ഒരു കാര്യം അറിയണ്ട, ഞാൻ ചോദിക്കുന്നതിന് മാത്രം മറുപടി പറഞ്ഞാൽ മതി, പുറത്തത്തെ പോസിറ്റീവാണോ നെഗറ്റീവാണോ ഒന്നും എന്നോട് പറയണ്ട, അങ്ങനെ പറഞ്ഞാൽ എനിക്ക് ഇനി ഇവിടെ ഗെയിം കളിക്കാൻ ബുദ്ധിമുട്ടാവും എന്ന് ഫസ്റ്റിന് അനുമോൾ പറയുന്നുണ്ട്. എന്നിട്ട് അമ്മ പറയുന്നുണ്ട് എപ്പോഴും നീ കരഞ്ഞുകൊണ്ടിരിക്കേണ്ട, എപ്പോഴും നീ കിച്ചണിൽ നിൽക്കണ്ട, നീ ഇവിടെ ഫുഡ് ഉണ്ടാക്കാനല്ല വന്നിരിക്കുന്നത്, നീ എന്തിനാണ് എപ്പോഴും ഈ അടുക്കളയിൽ തന്നെ എത്ര ആഴ്ചയായി നീ നിൽക്കുന്നേ എന്നുള്ള രീതിയിലൊക്കെ അമ്മ ചോദിക്കുന്നുണ്ട്. അപ്പോൾ അനുമോൾ പറയുന്നുണ്ട് അത് പിന്നെ ഇത്രയും പേർക്ക് ഫുഡ് കഴിക്കണ്ടേ, നല്ല രീതിയിൽ ഫുഡ് ഉണ്ടാക്കാൻ ആർക്കും അറിയില്ല അമ്മ, അതുകൊണ്ടാണ് എന്നൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ ചേച്ചി പറയുന്നുണ്ട് നെഗറ്റീവ് ഒന്നും അടിക്കണ്ട, ആരൊക്കെ എന്തൊക്കെ ചെയ്താലും നിന്നെ തളർത്താൻ ശ്രമിച്ചാലും നീ തളരരുത്, നീ സ്ട്രോങ് ആയി നിൽക്കണം എന്നുള്ള രീതിയിലൊക്കെയാണ് അമ്മയും ചേച്ചിയും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അനുമോൾക്ക് അങ്ങനെ ഒരു ഹിൻഡ് കൊടുത്തിട്ടൊന്നും പോയിട്ടില്ല. ആര്യൻ്റെ അമ്മക്ക് പോകാനുള്ള ടൈമായി, അവർ പോയി ബായ് പറഞ്ഞിട്ട് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് അവർ പോയി. അതിന് മുമ്പ് ജിസേലിൻ്റെ അമ്മയും പോയിട്ടുണ്ടായിരുന്നു, ഞാൻ പറയാൻ വിട്ടുപോയി. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ആര്യൻ്റെ അമ്മ പോയതിന് ശേഷം ഇവർ സംസാരിക്കുന്നതിൻ്റെ ഇടയിലേക്ക് ആര്യൻ ഇങ്ങനെ വന്ന് എത്തി നോക്കുമ്പോൾ പറയുന്നുണ്ട് വാടാ വിളിക്കുന്നുണ്ട് അനുമോള്. എന്നിട്ട് അനുമോളുടെ അമ്മയോട് ആര്യം പറയുന്നുണ്ട് ആൻറ്റിയുടെ മോളുമായിട്ട് എനിക്ക് യാതൊരു പ്രശ്നവും ഇല്ല കേട്ടോ, എല്ലാം ഒരു ഗെയിമിൻ്റെ ഭാഗമാണ്, നല്ല കുട്ടിയാണ് ഇവള് എന്നൊക്കെ പറഞ്ഞ് സംസാരിക്കുന്നുണ്ട്. അപ്പം അമ്മ പറയുന്നുണ്ട് അത് ഞങ്ങൾക്കറിയാം, അവള് എപ്പോഴും ഇങ്ങനെ തന്നെയാണ്, അടിച്ചിട്ട് പോയാലും തിരിച്ച് അവൾ തന്നെ വന്ന് മിണ്ടും, ഞങ്ങളൊരു അടി കൊടുത്താലും മോളെ നിന്ന് വിളിച്ചാൽ മിണ്ടും എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അതിനുശേഷം പിന്നെ അനുമോളുടെ അമ്മയും ചേച്ചിയും പോയി. അപ്പോൾ പിന്നെ കാണിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ ആദിലും നൂറയും ബെഡിൽ കിടന്നിട്ട് സംസാരിക്കുന്നതാണ്. നമ്മുടെ വീട്ടുകാർ വന്നില്ലെങ്കിൽ എന്താ, എല്ലാ വീട്ടുകാരും വരുമ്പോൾ നമ്മൾക്ക് നമ്മളോടുള്ള സ്നേഹം ഉണ്ടല്ലോ, അതൊക്കെ ഇവരോട് നമ്മൾ എത്ര വഴക്കിട്ടാലും ഇവരൊക്കെ ഇവിടെ ഉള്ളതുകൊണ്ടല്ല അവരുടെയൊക്കെ സ്നേഹം നമ്മൾക്ക് അറിയാൻ പറ്റിയത് എന്നുള്ള രീതിയിലൊക്കെ ആദിലയും നൂറയും സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് വീണ്ടും ഒരു എൻട്രി സോങ് ഇടുകയാണ്, കണ്ണാൻ തുമ്പി പുരാമോ ആ സോങ് ഇടുകയാണ്. അപ്പോൾ എല്ലാവരും ഇനി ആരാ വരണേ എന്നുള്ള ആ ഒരു ഇതിൽ വന്ന് നിൽക്കുകയാണ്. വന്നത് സ്പൈക്കുട്ടനാണ്. സ്പൈക്കുട്ടൻ വന്നിട്ട് നമ്മുടെ സ്പൈക്കുട്ടൻ മെയിനായിട്ട് എന്തിനാണ് വരിക, നിവീൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കാൻ, അതിന് വേണ്ടിയിട്ടാണ് വരുന്നത്. അപ്പോൾ വരുന്നുണ്ട്, നിവീനെ ഒളിപ്പിച്ച് വെച്ച് അച്ചാർ കണ്ടുപിടിക്കുന്നുണ്ട്. പിന്നെ ഫ്രിഡ്ജിൽ എന്താണ്ട് വെച്ചത് മാവ് അഴുക്കായത് കേട് വന്നതോ അങ്ങനെ എന്തോ കൂടെ കാണിക്കുന്നുണ്ട്. എന്നിട്ട് അതിന് ശേഷം പിന്നെ
സ്പൈക്കുട്ടൻ പോയി. അത് കഴിഞ്ഞിട്ട് അടുത്തതായി കാണിച്ചാണ് നമ്മുടെ അനീഷും അക്ബറും തമ്മിലുള്ള ഫൈറ്റ്. ആ ഒരു ഫൈറ്റിൻ്റെ കാര്യം അവിടെ ഉണ്ടായിരുന്നില്ല. ജസ്റ്റ് എന്താണ്, മാവിൽ ഇത്തിരി വെള്ളം കൂടിയിട്ടുണ്ട്, കുറച്ച് പൊടി ഇടൂ എന്ന് അക്ബർ പറഞ്ഞതിനാണ് അത്രയും വലിയൊരു ഫൈറ്റ് അവിടെ ഉണ്ടായത്. കുറച്ച് പൊടി അങ്ങോട്ട് ഇട്ടാൽ മതി. പക്ഷെ അതാണ് അനീഷ് പറഞ്ഞ് വലുതാക്കി എന്ന് വേണം പറയാൻ. അപ്പം അക്ബർ എന്താ പറയുന്നതെന്ന് വെച്ചാൽ അതിൽ ഫുള്ള് വെള്ളമാണ്, കുറച്ചുകൂടെ പൊടി ഇട്ടിട്ട് കുഴക്കുക അനീഷ് ഏട്ടാ എന്ന് പറയുന്നുണ്ട്. അപ്പം അനീഷ് പറയുന്നുണ്ട് ഇത് കുഴക്കാൻ എനിക്കറിയാൻ പറയുന്നുണ്ട്. അപ്പം അക്ബർ പറയുന്നുണ്ട് ഇങ്ങനെ വെള്ളം കൂട്ടിയിട്ട് കുഴച്ചാൽ ഈ പരത്തി ഇടുമ്പോൾ ചപ്പാത്തികൾ തമ്മിൽ ഒട്ടിപ്പോകുന്നു, ലാസ്റ്റ് ആകുമ്പോൾ വീണ്ടും എടുത്തിട്ട് കുഴച്ച് പരത്തേണ്ട അവസ്ഥ വരുന്നുണ്ട്. ഇന്നലെ ഞങ്ങൾക്ക് അങ്ങനെ പറ്റി എന്ന് പറയുമ്പോൾ ഇന്നലെ ഫുള്ളും അങ്ങനെ പറ്റുമോ എന്ന് അനീഷ് ചോദിക്കുന്നുണ്ട്. അനുമോളെ നീ പറയുമ്പോൾ ഫുള്ളും അങ്ങനെ പറ്റിയിട്ടില്ല, ലാസ്റ്റത്തെ 1-2 ഒക്കെ അങ്ങനെ പറ്റിയിട്ട് വീണ്ടും ഞങ്ങൾ പരത്തിയിട്ട് ചുടുകയാണ് ചെയ്തത് എന്നൊക്കെ അനുമോൾ പറയുന്നുണ്ട്. അപ്പോൾ അനീഷ് പറയുന്നുണ്ട്, മറ്റേ അക്ബറിനോട് പറയുന്നുണ്ട് നീ മര്യാദക്ക് സംസാരിക്കണം, മര്യാദക്കാരനാണെങ്കിൽ ഞാനും മര്യാദക്കാണ്, നിൻ്റെ ഒരുമാതിരി ടോൺ ഉണ്ടല്ലോ എല്ലാം കളിയാക്കിയിട്ടുള്ള ഒരു സംസാരം, ആ സംസാരം നീ എന്നോട് സംസാരിക്കാൻ വരണ്ട എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നുണ്ട്. അനീഷ് ഇങ്ങനെ കത്തി ജ്വലിച്ച് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് താൻ പോടോ എനിക്കിങ്ങനെയോ സംസാരിക്കാൻ പറ്റുള്ളൂ എന്നുള്ള രീതിയിലൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ 1-2 പ്രാവശ്യം പോടോ പറഞ്ഞത് കേട്ടില്ല, 3ാമത്തെ പ്രാവശ്യം പോടോ പറഞ്ഞാണ്. എന്താ പറഞ്ഞത്? പോടോന്നോ, നീ നിൻ്റെ വീട്ടിൽ പോയി വിളിച്ചാൽ മതി എന്നുള്ള രീതിയിലൊക്കെ അനീഷ് പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് അടുത്തതായിട്ട് കാണിക്കുന്നത് ആര്യനും ജിസയിലും തമ്മിൽ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. ജിസയിൽ എന്താ പറയുന്നത്, ആര്യൻ ജിസയിലിനോട് പറയണേ ഡ്രിങ്ക് ഇറ്റ് ആൽക്കഹോൾ ചിയേഴ്സ് എന്ന് പറയുന്നുണ്ട്. യുവർ മദർ മീറ്റ് മൈ മദർ മീറ്റ് യുവർ മദർ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഓ അത് ഭയങ്കര വലിയൊരു ട്രോമയായി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് യെസ് ബിഗ് ട്രോമയായി, അത് വല്ലാത്തൊരു ട്രോമയായി നമുക്ക് എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് ആര്യൻ പറയുന്നുണ്ട് യുവർ മദർ ടെല്ലിങ് മീ ഗെറ്റ് ലോസ്റ്റ്, മൈ മദർ ടെല്ലിങ് യു ടു ഗെറ്റ് ലോസ്റ്റ് എന്നൊക്കെ പറയുന്നുണ്ട്. ഇതൊക്കെ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. എന്നിട്ട് ജിസയിൽ പറയുന്നുണ്ട് എനിക്ക് ആ ബെഡുമായിട്ട് ഭയങ്കര ഒരു അറ്റാച്ച്മെന്റ് ഉണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആര്യം പറയുന്നുണ്ട് എന്നാൽ പിന്നെ നീ ആ ബെഡ് എടുത്തോ, ഞാൻ വേറെ ബെഡിൽ പോയി കിടന്നോളാം എന്ന് ആര്യം പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഇല്ല ഞാൻ ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ എന്ന് പറയുന്നുണ്ട്. എന്നിട്ട് പറയുന്നത് നമുക്ക് ബെഡ് മാറി കിടക്കാം, അതാണ് ഏറ്റവും നല്ലത് എന്ന് പറഞ്ഞിട്ട് അവർ രണ്ടുപേരും ബെഡ് മാറി കിടക്കുന്നതാണ് കാണിക്കുന്നത്. പിന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ അടുത്തതായിട്ട് കാണിക്കുന്നതാണ് ക്രിഞ്ച് എന്ന് പറഞ്ഞാലും പോരെ, എനിക്ക് ക്രിഞ്ചായിട്ട് തോന്നുന്നു. കാരണം ഫസ്റ്റ് ഡേ കാണിച്ചു, സെക്കൻഡ് ഡേ കാണിച്ചു, ഇത് തന്നെ കാണിച്ചുകൊണ്ടേ ഇരിക്കുമ്പോൾ ബോറിങ് ആണെന്ന് തോന്നുന്നുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാൽ ബിന്നിയും ഹസ്ബൻഡും കിടക്കുകയാണ്, ആ ഭാഗത്തേക്ക് നിവിൻ പുതച്ചിട്ട് വരികയാണ്. എന്നിട്ട് അപ്പോൾ ബിന്നി പറയുന്നുണ്ട് ഇതെന്തിനാ അപ്പോൾ കാര്യമായിട്ടൊരു കാര്യം പറയുമ്പോൾ നടുവിൽ കയറി വരണേ എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് ബിന്നി എന്നെ പറയുന്നുണ്ട് ഞങ്ങളായതുകൊണ്ട് ഓക്കെ, നീ ആ നൂറയുടെ അതിലുടെയും നടുവിൽ പോയി കിടന്നാണെങ്കിൽ ഇപ്പോൾ ശരിയാക്കി തന്നേനെ എന്ന് പറയുന്നുണ്ട്. അപ്പം ബിന്നിയുടെ ഹസ്ബൻഡ് ചോദിക്കുന്നുണ്ട് അതെന്താ പ്രശ്നം ഉണ്ടാവുമോ ചോദിക്കുമ്പോൾ ബിന്നി പറയുന്നുണ്ട് അവർ പറയും അവരിനെ പിരിക്കാൻ ശ്രമിച്ചതാണെന്നൊക്കെ പറയും എന്നൊക്കെ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ എണീച്ചിട്ട് ഇരുന്നിട്ട് പറയുന്നുണ്ട് ചില ആൾക്കാരുണ്ട് ഈ കല്യാണം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ വിരുന്ന് പോകുന്ന സമയത്തൊക്കെ ചില കുട്ടികളുണ്ട് നടുവിൽ കയറി കിടക്കാനുള്ള, അതുപോലെ ഒരു കുട്ടിയാണ് ഈ നിവീന് എന്നൊക്കെ പറയുന്നതാണ് കാണിക്കുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ അക്ബർ ജിസയിലും കൂടെ സംസാരിക്കുന്നതാണ് കാണിക്കുന്നത്. എന്താണെന്ന് വെച്ചാൽ ഓനിയയിൽ കുറച്ച് കാര്യങ്ങൾ ഇന്നലത്തെ എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, ജിസയിലിൻ്റെയും ആര്യൻ്റെയും കാര്യങ്ങൾ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെ ജിസയിലിനോട് പറഞ്ഞു കൊടുക്കുകയാണ്. ഓനിയൽ ഇങ്ങനെ പറഞ്ഞു നിങ്ങളുടെ എന്തോ കണ്ടുവെന്നോ, അപ്പോൾ അനുമോള് പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഓനിയൽ പറയുന്നുണ്ട് അങ്ങനെ കണ്ടെന്നൊക്കെ പറയുന്നുണ്ട്. ഓനിയൽ എന്താണ് അങ്ങനെ കണ്ടത്, അപ്പം നിങ്ങളിപ്പോൾ ബെഡ് മാറി കിടന്നപ്പോൾ ഓനിയൽ അത് പറയുകയും ചെയ്ത് നിങ്ങൾ ബെഡ് മാറി കിടക്കുകയും ചെയ്താൽ അവർ പറയില്ലേ ഞങ്ങൾ പറഞ്ഞത് ശരിയായതുകൊണ്ടാണ് ബെഡ് മാറി കിടന്നെന്ന് പറയില്ലേ എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് ഓനിയലിൻ്റെ പ്രശ്നം എന്താണെന്ന് വെച്ചാൽ ഒരാൾക്ക് സപ്പോർട്ടായി നിൽക്കുന്നതിൽ ചെറിയൊരു ജലസാണ് ഓനിയൽ അവിടെ കാണിക്കുന്നത്. ഒരുപാട് ഞങ്ങളെ ഇതാക്കാൻ നിന്നാൽ ഞങ്ങളും തിരിച്ച് പ്രതികരിക്കും എന്നുള്ള രീതിയിലൊക്കെ ജിസയിൽ പറയുന്നുണ്ട്. എന്നിട്ട് പിന്നെ ജിസയിൽ വന്നിട്ട് ഓനിയലുമായിട്ട് സംസാരിക്കുന്നതാണ് അടുത്ത സീനിൽ കാണിക്കുന്നത്. അപ്പോൾ ഓനിയൽ ഓനിയൽ അക്ബറിനോട് അങ്ങനെ പറഞ്ഞാണ് നമ്മൾ കഴിഞ്ഞ എപ്പിസോഡിൽ കണ്ടതാണ്. എന്നിട്ട് പിന്നെ ഓനിയലിനോട് ചോദിക്കേണ്ടത് അക്ബർ ഇങ്ങനെ പറഞ്ഞല്ലോ ഓനിയൽ പറഞ്ഞതെന്ന് പറഞ്ഞിട്ട് പറയുമ്പോൾ ഓനിയൽ എന്താ പറയുന്നത് വെച്ചാൽ ഞാൻ അങ്ങനെ പറഞ്ഞില്ലല്ലോ, ഇപ്പം അനുമോൾ അങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടായപ്പോഴും നിങ്ങൾക്ക് ഫുൾ സപ്പോർട്ടായി നിന്നത് ഞങ്ങളല്ലേ, പിന്നെ ഞാൻ എന്തിനാണ് ഇപ്പം നിങ്ങളോട് എന്തെങ്കിലും ചോദിക്കണമെങ്കിൽ ഞാൻ നിങ്ങളോട് ചോദിച്ചാൽ പോരെ, ഞാൻ എന്തിനാ അക്ബറിനോട് പോയി പറയേണ്ട കാര്യം, ഇതിപ്പോൾ അക്ബർ കളിക്കുന്ന ഒരു ഗെയിമാണ് ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്, അതാണ് അക്ബറിൻ്റെ ആവശ്യം എന്ന് പറയും. അപ്പോൾ ജിസയിൽ പറയുന്നുണ്ട് അതെ അക്ബർ അങ്ങനെ തന്നെയാണ് പറയുന്നത്, ഇതൊരു ഇഷ്യൂ ഉണ്ടാക്കണം തന്നെയാണ് എന്നോട് പറഞ്ഞത്, അപ്പോൾ എനിക്ക് താല്പര്യമില്ല എന്ന് പറഞ്ഞു എന്നൊക്കെ പറയുന്നുണ്ട്. ഇവിടെ കാണിക്കുന്നത്
ഓനിയലിൻ്റെ ഡബിൾ സ്റ്റാൻഡാണ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. അക്ബറുടെ അടുത്ത് ആ രീതിയിൽ ഓനിയൽ പറഞ്ഞാണ്, കണ്ടിട്ടുണ്ട്, അനുമോള് കണ്ടത് എന്തോ അതല്ല, ഞാൻ വേറെ എന്തോ കണ്ടിട്ടുണ്ട് എന്നുള്ള രീതിയിൽ ഓനിയൽ അക്ബറിൻ്റെ അടുത്ത് പോയി പറഞ്ഞിട്ടുണ്ട്. ഇതേ കാര്യം ജിസേൽ വന്ന് ഓനിയലിൻ്റെ അടുത്ത് ചോദിച്ചപ്പോൾ ഞാൻ അങ്ങനെ പറഞ്ഞിട്ടില്ല എന്നാണ് പറയുന്നത്. സോ അതിനകത്ത് ഓനിയൽ ഇതിൻ്റെ ഇടയിൽ ലക്ഷ്മിനെയും കൊണ്ടുവന്ന് ഇടുന്നുണ്ട്. അതെന്താ കാര്യം എന്ന് നമ്മൾ പ്രേക്ഷകർക്ക് ഇതുവരെ അറിയില്ല, അങ്ങനെ ഒരു കാര്യം നമ്മൾ കണ്ടിട്ടുമില്ല. സോ ഇതൊക്കെയാണ് ഇന്നലത്തെ എപ്പിസോഡിൽ നടന്നത്. എൻ്റെ ഈ റിവ്യൂ നിങ്ങൾക്ക് ഇഷ്ടമായാൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് എന്നെ സപ്പോർട്ട് ചെയ്യണം. നിങ്ങളുടെ കമൻസും ചെയ്യണം, നിങ്ങൾക്ക് എന്താണ് അഭിപ്രായം എന്നും നിങ്ങൾ ആർക്കാണ് വോട്ട് ചെയ്യുന്നത്, ആരെയാണ് സപ്പോർട്ട് ചെയ്യുന്നത് എന്ന ഒരു കമൻറ്റും കൂടെ ചെയ്യണം. താങ്ക് യു ഫോർ വാച്ചിങ്.